Flash Term Text Term 3 English Lesson 5 Flash Term Text Term 3 English Lesson 5 Lesson 5 Punctuality the road to success. Punctuality കൃത്യനിഷ്ഠ punctuality spelling Punctuality 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 എന്തിനുള്ളതാണ്? ദ റോഡ് ടു സക്സസ്. സക്സസ് വെച്ച് വിജയം. SUCCESS രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് ഒരു ലെറ്റർ വരുവാണ് നമ്മളതിന് പറയുന്നത് ഡബിൾ എന്ന് പറയും അല്ലേ. അപ്പം SUCCESS പങ്ക്ച്വാലിറ്റി ഈസ് ദ റോഡ് ടു സക്സസ്. കൃത്യനിഷ്ഠയുള്ള ഒരാൾക്ക് വിജയത്തിലേക്കുള്ള റോഡാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. ആ ആൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ലെസൺ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ ബിഗിനിങ് യു നോ ദാറ്റ് യു മസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ആൻഡ് ബി പങ്ക്ച്വൽ ഇൻ അവർ വർക്ക്. Punctuality indicates a person's respect for people and time. If you are punctual, you will get success. But if you are not punctual, then it is very difficult for you to achieve success. Here in the beginning, സമയനിഷ്ഠ, അതായത് കൃത്യമായി നമ്മുടെ ഡ്യൂട്ടികൾ കൃത്യമായ സമയക്രമം അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനും നമ്മൾ വിജയത്തിലേക്ക് എത്താനും സാധിക്കുള്ളൂ. നമ്മൾ എവിടെയൊക്കെ അലസത പിടിച്ച് മടി പിടിച്ചിരിക്കുകയും നമ്മുടെ ജോലികൾ പെൻഡിങ്ങിലിടുകയും ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമുക്കിത് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മുടെ ഫെയിലിയറിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും. അതാണ് ഈ പാരഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ ഒരു 3 ദിവസം സ്കൂളിൽ ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എക്സ്ക്യൂസ് ആയിരിക്കും നിങ്ങൾ പറയുന്നത്? എന്ത് കാരണം കൊണ്ടായിരിക്കും നിങ്ങളത് സ്കൂളിലേക്ക് ലേറ്റായിട്ട് ചെന്നത് എന്ന് നിങ്ങൾ പറയും. ചിലപ്പോൾ നമ്മളതിന് കാരണങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് എത്ര സില്ലി ആയിട്ടുള്ള കാരണങ്ങളായിരിക്കാം നമ്മൾ ലേറ്റായിട്ട് ചെല്ലാനായിട്ടുള്ള കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് വളരെ കുഞ്ഞിലെ തന്നെ, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റിൻ്റെ ഒരു ഭാഗമാകും. അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ ക്ലേശങ്ങൾ, വലിയ പ്രയാസങ്ങൾ, ഫെയിലിയേഴ്സ് ഉണ്ടാവുകയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം? പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കണം. നമ്മൾ എഴുന്നേൽക്കുന്നതും പഠിക്കുന്നതും കുളിക്കുന്നതും കളിക്കുന്നതിനും ഒക്കെ ഒരു കൃത്യമായ സമയക്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മളിവിടെ അർജുൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു കഥയാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. Arjun and Anay are friends. They are classmates too. Arjun and Anay are friends. ഇത് അർജുനും അനയും. അർജുൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് വായിക്കാൻ അറിയാം. അനേ ANAY, അനേ ANAY. അപ്പോൾ അർജുൻ ആൻഡ് അനേ ആർ ഫ്രണ്ട്സ്. ദേ ആർ ക്ലാസ്മേറ്റ്സ് ടു എന്ന് വെച്ചാൽ, ക്ലാസ്മേറ്റ് എന്ന് വെച്ചാൽ എന്തോ, നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര നിങ്ങൾക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ടെന്ന് നോക്കി. നിങ്ങളുടെ ക്ലാസ്സിൽ 38 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 37 ക്ലാസ്മേറ്റ്സ് ഓരോ കുട്ടികൾക്കും കിട്ടും. അപ്പോൾ ഇവിടെ അർജുനും അനയും ക്ലാസ്മേറ്റ്സ് ആണ്. വൺ ഡേ അർജുൻ റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. റീച്ച്ഡ് REACHED, റീച്ച്ഡ് എത്തിച്ചേർന്നു. ലേറ്റ് എന്ന് വെച്ചാൽ വളരെ താമസിച്ചു. ഒരു ദിവസം one day Arjun reached school late. Why are you late? said Miss Heena. Heena spelling HEENA. Heena. Miss Heena ടീച്ചർ അവനോട് ചോദിച്ചു, why are you late? നീ എന്താണ് ഇത്ര താമസിച്ചേ? Arjun did not say a word. Arjun did not say a word. The teacher said again, Arjun, answer me. Tell me why you are late today. അർജുൻ മിണ്ടാവുന്നപ്പോൾ ടീച്ചർ വീണ്ടും ചോദിച്ചു, അർജുൻ നീ എന്താണ് ഇന്ന് താമസിച്ചത്? അർജുൻ ആൻസർ മീ എന്ന് വെച്ചാൽ എന്നോട് ഉത്തരം പറയൂ. ടെൽ മീ, എന്നോട് പറയൂ. വൈ യു ആർ ലേറ്റ് ടുഡേ, നീ എന്താണെന്ന് താമസിച്ചത്? അവൻ പറയാണ്, മിസ് സെഡ് അർജുൻ, ഐ വാസ് ലേറ്റ് ബിക്കോസ് ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ കളർ ബോക്സ്. അപ്പോൾ അവൻ്റെ റീസൺ നോക്കിയേ. ഐ വാസ് ലേറ്റ് ബിക്കോസ് ഐ വാസ് ലുക്കിംഗ് ഫോർ മൈ കളർ ബോക്സ്. I checked every corner of the house but couldn't find it. I finally found it on my younger sister's bed. അപ്പം അവൻ വരാൻ ലേറ്റ് ആയതിനുള്ള കാരണം എന്താ? അവൻ്റെ കളർ ബോക്സ് കണ്ടിട്ടില്ല. അവൻ എല്ലായിടത്തും ചെക്ക് ചെയ്ത്. കണ്ടോ? ഐ ചെക്ക് എവരി കോർണർ എന്ന് വെച്ചാൽ
മുക്കും മൂല എന്നുള്ള അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതുപോലെയുള്ളതാണ്. ഐ ചെക്ക്ഡ് എവരി കോർണർ ഓഫ് ദ ഹൗസ് ബട്ട് കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. ഒരു കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് ഫൈനലി എവിടെ നിന്ന് കിട്ടി? ഫൈനലി ഫൗണ്ട്, FOUND, കണ്ടെത്തി. നമ്മൾ ഈ വാക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഫൗണ്ട് ഇറ്റ് ഓൺ മൈ യങ്ങർ സിസ്റ്റേഴ്സ് ബെഡ്. യങ്ങർ ഏറ്റവും ഇളയ ആൾ, ഏറ്റവും മൂത്ത ആളിനെ നമ്മളപ്പം എൽഡർ എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത ആൾ, യങ്ങർ എന്ന് വെച്ചാൽ ഏറ്റവും ഇളയ ആൾ. അപ്പോൾ യങ്ങർ സിസ്റ്ററിൻ്റെ ബെഡിൽ നിന്ന് കിട്ടി. ഷീ വാസ് പ്ലേയിങ് വിത്ത് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് ദെൻ ടുക്ക് ഇറ്റ് ടു ബെഡ്. അപ്പം ആ കളർ ബോക്സ് അവിടെ വരാൻ കാരണം എന്താണ്? ഷീ വാസ് പ്ലേയിങ്, ഹൂ വാസ് പ്ലേയിങ്? യങ്ങർ സിസ്റ്റർ ഓഫ് അർജുൻ വാസ് പ്ലേയിങ് വിത്ത് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് ദെൻ ടുക്ക് ഇറ്റ് ടു ബെഡ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് അർജുൻ റീച്ച്ഡ് ദ സ്കൂൾ ലേറ്റ് അഗെയിൻ. പിന്നെയും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് അർജുൻ റീച്ച്ഡ് ദ സ്കൂൾ ലേറ്റ് അഗെയിൻ. ദിസ് ടൈം വെൻ ദ ടീച്ചർ ആസ്ക്ഡ് ഹിം ഹീ ഹാഡ് എ വെരി ഫണ്ണി സ്റ്റോറി ടു നരേറ്റ്. ഇപ്രാവശ്യം അവന് ലേറ്റായിട്ട് വന്നപ്പോൾ ടീച്ചറിനോട് എന്ത് കാര്യമോ പറഞ്ഞേ? ഹീ ഹാഡ് എ വെരി ഫണ്ണി സ്റ്റോറി ടു നരേറ്റ്. നരേറ്റ് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. NARRATE, നരേറ്റ്, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നർത്ഥം. അതായത് ഫണ്ണി സ്റ്റോറി, വളരെ വിചിത്രമായിട്ടുള്ള ഒരു രസകരമായൊരു കഥയാണ് ഇവിടെ അവൻ പറയുന്നത്. ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഷൂസ്. രാവിലെ സ്കൂളിൽ വരാൻ നേരം അവനവൻ്റെ ഷൂസ് കണ്ടില്ല. ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഷൂസ്. ഹീ ലുക്ക്ഡ് ഫോർ ദം ഇൻ ഹിസ് ഹൗസ്. അവൻ്റെ ഷൂസ്, സ്കൂളിൽ ഇട്ട് കൊണ്ടുവരുന്ന ഷൂസ് അവൻ്റെ വീടിനകം മുഴുവൻ അവൻ തിരയുകയാണ്, സ്കൂളിലേക്ക് കൊണ്ടുവരേണ്ട ഷൂസ്. ആൻഡ് വേർ ഡിഡ് യു ഫൈനലി ഫൈൻഡ് ദം? അവസാനം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇപ്പോൾ സ്കൂളിൽ എത്തിയല്ലോ, ഷൂ ഒക്കെ ഇട്ട് വന്നല്ലോ, നിനക്ക് എവിടെ നിന്ന് ഈ ഷൂസ് കിട്ടി? ആൻഡ് വേർ ഡിഡ് യു ഫൈനലി, അവസാനം ഫൈൻഡ് ദം. ഫൈൻഡ് എന്ന് വെച്ചാൽ കണ്ടെത്തുക, ഫൗണ്ട് എന്ന് വെച്ചാൽ കണ്ടെത്തി. FIND, ഫൈൻഡ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് FOUND. സെഡ് ദ ടീച്ചർ, മിസ്, one shoe was under the bed while the other one was lying on the top of the cupboard, he said. എത്ര സില്ലി ആയിട്ടാണ് അർജുൻ ടീച്ചറിനോട് മറുപടി പറയുന്നത് നോക്കിയേ. മിസ്, വൺ ഷൂ വാസ് അണ്ടർ ദ ബെഡ്. കണ്ടോ, അണ്ടർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, അണ്ടർ അടിയിൽ അല്ലേ, അണ്ടർ ദ ബെഡ് വൈൽ ദ അതർ വൺ വാസ് ലൈയിങ് ഓൺ ദ ടോപ്പ്, on the top of the cupboard, he said. So, will you please explain how the shoe reached the top of the cupboard? said the shocked teacher. ടീച്ചറിന് അത്ഭുതമായി പോയി. ഒരു ഷൂ ബെഡിൻ്റെ അടിയിലും ഒരു ഷൂ കബോർഡിൻ്റെ മുകളിലും. So, will you please explain how the shoe reached the top of the cupboard? said the shocked teacher. Let us begin from here. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് അർജുൻ റീച്ച്ഡ് ദ സ്കൂൾ ലേറ്റ് അഗെയിൻ. വീണ്ടും കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവന് സ്കൂളിൽ ലേറ്റായിട്ട് ചെന്നു. ദിസ് ടൈം വെൻ ദ ടീച്ചർ ആസ്ക്ഡ് ഹിം ഹീ ഹാഡ് എ വെരി ഫണ്ണി സ്റ്റോറി ടു നറേറ്റ്. NARRATE, നറേറ്റ് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ. ഇപ്രാവശ്യം അവന് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കഥയായിരുന്നു ടീച്ചറിനോട് പറയാനുണ്ട്. ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഷൂസ്. അവൻ പറയുകയാണേ അവൻ്റെ ഷൂസ് കണ്ടില്ല, സ്കൂളിലേക്ക് ഇട്ടിട്ട് വരാനുള്ള ഷൂസ് കാണാതെ പോയി. എവിടെയാണ്? ഹി ലുക്ക്ഡ് ഫോർ ദം ഇൻ ഹിസ് ഹൗസ്. അവൻ്റെ വീടിനകം മുഴുവൻ അവനെ ഷൂസിന് വേണ്ടി തിരഞ്ഞു. ആൻഡ് വേർ ഡിഡ് യു ഫൈനലി ഫൈൻഡ് ദം? നീ എവിടെ അത് കണ്ടെത്തി? സെഡ് ദ ടീച്ചർ. മീൻസ് വൺ ഷൂ വാസ് അണ്ടർ ദ ബെഡ്. കണ്ടോ, അണ്ടർ അടിയിൽ നമ്മൾ പഠിച്ചു, അണ്ടർ ദ ബെഡ് വൈൽ ദ അതർ വൺ വാസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കബോർഡ്. കബോർഡിന് മുകളിൽ ആയിരുന്നു. ഹി സെഡ്. So, will you please explain how the shoe reached the top of the cupboard? said the shocked teacher. ടീച്ചറിന് കേട്ടപ്പോൾ അത്ഭുതമായി പോയി. ഷൂസൊക്കെ മുറ്റത്തോ തിണ്ണയിലോ അല്ലെങ്കിൽ വരാന്തയിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ നമുക്ക് കാണാം. പക്ഷേ കബോർഡിൻ്റെ ടോപ്പിൽ ഈ ഷൂസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ടീച്ചറിനെ വളരെയേറെ അത്ഭുതപ്പെടുത്തി. അതാണ് ഷോക്ക്ഡ് ടീച്ചർ, SHOCKED. So, will you please explain how the shoe reached the top of the cupboard? said the shocked teacher. Miss, my family went out for a dinner last night. We returned home quite late. I was tired. I kicked off my shoes very hard to get rid of them. Okay? My family went out for a dinner last night. ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. We returned എന്ന് വെച്ചാൽ തിരിച്ചെത്തി. Home quite late. വളരെ താമസിച്ചാണ് ഞങ്ങൾ വീട്ടിൽ
വന്നു ചേർന്ന്. ഐ വാസ് ടയേർഡ് എന്ന് വെച്ചാൽ എന്തുവാ, ഞാൻ വളരെയേറെ ക്ഷീണിച്ചിരുന്നു. ഐ കിക്ക്ഡ് ഓഫ്, നിങ്ങൾക്കുള്ള സ്വഭാവമാണ് അല്ലേ, ഷൂസൊക്കെ കാലേന്ന് കിക്ക് ചെയ്ത് കളയും. ഐ കിക്ക്ഡ് ഓഫ് മൈ ഷൂസ് വെരി ഹാർഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദം, കാലേന്ന് എത്രയും വേഗത്തിൽ ഷൂസ് ഊരിക്കളയാനുള്ള വേഗത്തിൽ അവനത് കിക്ക് ചെയ്തു. ദെൻ വൺ ഓഫ് ദം വെൻറ്റ് അണ്ടർ ദ ബെഡ് ആൻഡ് ദ അതർ വൺ ലാൻഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കബോർഡ് റിപ്ലൈഡ് അർജുൻ. ഇപ്പം മനസ്സിലായോ അർജുൻ്റെ ഷൂസ് എങ്ങനെയാണ് കബോർഡിൻ്റെ മുകളിലേക്ക് പോയത്? അതെ, അവൻ വളരെ ഹാർഡായിട്ട് കിക്ക് ചെയ്തപ്പം ഒരു ഷൂസ് ബെഡിൻ്റെ അടിയിലും പോയി, ഒരു ഷൂസ് കബോർഡിന് മുകളിലും പോയി. ദ ഹോൾ ക്ലാസ് സ്റ്റാർട്ടഡ് ലാഫിങ്, ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇത് കേട്ട് ചിരിച്ചു. അർജുൻ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്, അർജുന് തന്നെ നാണക്കേടായിട്ട് തോന്നി. അഷെയിംഡ്, സ്വയം നമുക്കൊരു നാണക്കേട് തോന്നുന്നതിനാണ് നമ്മൾ അഷെയിംഡ് എന്ന് പറയുന്നത്. ASHAMED, അഷെയിംഡ് ഓഫ് ഹിംസെൽഫ്. മിസ് ഹീന ഡിഡ് നോട്ട് ലൈക്ക് അർജുൻസ് സില്ലി എക്സ്ക്യൂസസ് എവറി ടൈം. മിസ് ഹീനയ്ക്ക് അവൻ്റെ സില്ലി ആയിട്ടുള്ള ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ടൈം ഹീ സെഡ് his sister has taken his color box, so he was late. This time he couldn't find out his shoes to bring to school. Miss Heena did not like Arjun's silly excuses every time. Arjun, throwing things around is not a good habit. Also, you must always keep your things at proper places. ടീച്ചർ എന്ത് പറഞ്ഞു? നമ്മൾ ത്രോയിങ് തിങ്സ് അറൗണ്ട് ഇറ്റ്, നമ്മുടെ ചുറ്റുപാട് നമ്മുടെ വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് കളയുന്നത്, ബുക്ക്, പെൻസിൽ ബോക്സ്, കളർ ബോക്സ്, ഷൂസ്, ഇവയൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന അത്ര നല്ല സ്വഭാവമല്ല. ഓൾസോ യു മസ്റ്റ് ഓൾവേസ് കീപ്പ് യുവർ തിങ്സ് അറ്റ് പ്രോപ്പർ പ്ലേസസ്. ഓരോ സാധനങ്ങൾ വെക്കാൻ അതിൻ്റേതായ പ്ലേസസ് കാണും, ആ പ്ലേസിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. യു ഷുഡ് കീപ് യുവർ ബാഗ്, ബുക്സ്, ഷൂസ്, യൂണിഫോം ആൻഡ് ഓൾ ദി നെസസറി തിങ്സ് റെഡി ബിഫോർ ഗോയിങ് ടു ബെഡ്. അപ്പം ഒരു കുട്ടി സ്കൂളിലേക്ക് വരേണ്ട ഒരു കുട്ടി എന്ത് ചെയ്യണം? യു ഷുഡ് കീപ് യുവർ ബാഗ്, സ്കൂൾ ബാഗ്, ബുക്സ്, ഷൂസ്, യൂണിഫോം ആൻഡ് ഓൾ ദി നെസസറി തിങ്സ് റെഡി ബിഫോർ ഗോയിങ് ടു ബെഡ്. തലേദിവസം തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കണം. Then you will not waste any time in finding your things in the morning. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മോർണിംഗിൽ നമ്മൾ നമ്മുടെ സാധനങ്ങൾ തപ്പി നടക്കേണ്ട, ബുക്ക് എന്ത് ചെയ്യേ, പെൻസിൽ എന്ത് ചെയ്യേ, പേന എന്ത് ചെയ്യേ, ബോക്സ് എന്ത് ചെയ്യേ, ഇങ്ങനെ തപ്പി നടക്കേണ്ട കാര്യം ഇല്ല. യു വിൽ നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ, സ്കൂളിലേക്ക് നമ്മൾ ലേറ്റ് ആവുക ഇല്ല. അർജുൻ ഫെൽറ്റ് ബാഡ്, അർജുൻ വളരെയേറെ സങ്കടം തോന്നി. ഹീ ഫെൽറ്റ് ബാഡ്. ഹീ മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, he decided, he made up his mind to follow the teacher's advice. Advice means ഉപദേശം, ADVICE, advice എന്ന് വെച്ചാൽ ഉപദേശം, ADVISE ആണെങ്കിൽ ഉപദേശിക്കുക. അപ്പോൾ ഇവിടെ അർജുൻ ഫെൽറ്റ് ബാഡ്, ഹി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ഫോളോ ഹിസ് ടീച്ചേഴ്സ് അഡ്വൈസ്. Nowadays, Arjun is punctual in doing all his work. കണ്ടോ, ടീച്ചർ ഒരു ഉപദേശം അവന് കൊടുത്തു. അവൻ്റെ കൃത്യനിഷ്ഠയോടെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാം ഭംഗിയാകും. അതുകൊണ്ട് തന്നെ അർജുൻ ഫോളോഡ് ദ അഡ്വൈസ് ഓഫ് ഹിസ് ടീച്ചർ. Nowadays, Arjun is punctual in doing all his work. His teacher is also very happy with him. ടീച്ചറിനും ഇത് കണ്ടിട്ട് വളരെയേറെ സന്തോഷമായി. അർജുൻ പ്രീച്ചസ് എവരി വൺ. അർജുൻ പിന്നെ എല്ലാവരോടും പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? പങ്ക്ച്വാലിറ്റി ഈസ് ദ റോഡ് ടു സക്സസ്. പങ്ക്ച്വാലിറ്റി ഈസ് ദ റോഡ് ടു സക്സസ്. സോ യു കിഡ്സ്, യു ഷുഡ് ഓൾസോ കീപ് പങ്ക്ച്വാലിറ്റി. കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കണം. അപ്പോൾ അതാണ് ഈ ലെസൻ്റെ മോറൽ. തിങ്ക് ആൻഡ് ആൻസർ. A, fill in the blanks. Color, funny, reached, punctual, cupboard. First one day Arjun reached school late. First one day Arjun reached school late. Second one, Arjun got late because he was looking for his color box. ആദ്യത്തെ പ്രാവശ്യം അർജുൻ ലേറ്റ് ആവാൻ കാരണം എന്താ? he was looking for his color box. Third one, Arjun had a very funny story to tell. Arjun had a very funny story to tell. Fourth one shoe was under the bed while the other one landed on the top of the cupboard. Fifth one, nowadays Arjun is punctual in doing all his work. B, write T for true statement and F for false statement. Arjun put his color box on his sister's bed. False. Arjun allalo, sister alle cheyde. Arjun went out for dinner with family and lost his shoes. ഫോൾസ് അല്ലേ, ഷൂസ് അവിടെ വെച്ചല്ലോ നഷ്ടപ്പെട്ടത്. മിസ് ഹീന ലൈക്ക്ഡ് അർജുൻ സ്റ്റോറി.
ഫോൾസ്. ആ മിസ് ഹീനെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. ദ ടീച്ചർ സെഡ് ടു അർജുൻ, യു ഷുഡ് കീപ് യുവർ ബാഗ്, ബുക്സ്, ഷൂസ് എക്സെട്ര റെഡി ബിഫോർ ഗോയിങ് ടു ബെഡ്. ടീച്ചർ അവന് എന്തുപദേശം കൊടുത്തേ? നമ്മൾ ബെഡിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകേണ്ട എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് എടുത്ത് വെക്കണം. 5th one, Arjun became punctual and his teacher became happy with him. True. Answer the following questions. What was the first excuse that Arjun had? അർജുൻ ആദ്യം പറഞ്ഞ എക്സ്ക്യൂസ്, ലേറ്റ് ആയതിന് പറഞ്ഞ എക്സ്ക്യൂസ് എന്താണ്? The first excuse that Arjun had was that he was looking for his color box. The first excuse that Arjun had was that he was looking for his color box. Second one, why did Arjun come to school late again? എന്താണ് വീണ്ടും അവൻ ലേറ്റ് ആവാൻ കാരണം? Arjun came to school late again because he couldn't find out his shoes. അവന് ഷൂസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. Where did Arjun find his shoes? Arjun found his shoes from top of the cupboard and one from under the bed. What did Arjun's teacher tell him to do? Arjun's teacher told him that he should keep his bag, books, shoes, etc. ready before going to bed. Once again, Arjun's teacher told him that he should keep his bag, books, shoes, etc. ready before going to bed. What did Arjun do after listening to his teacher's advice? He made up his mind to follow his teacher's advice. He made up his mind to follow his teacher's advice. Turn the page. Grammar skills. Use of is, am, are plus ing form of doing words. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓക്സിലറീസ്, അതായത് ഈസ്, ആം, ആർ. ഇത് പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. ഈസ് ആകുന്നു, ആം ആകുന്നു, ആർ എന്ന് വെച്ചാലും ആകുന്നു എന്നർത്ഥം. ഇവിടെ അത് വെർബിൻ്റെ കൂടെ നമ്മൾ ing കൂടി ചേർക്കുന്ന ഫോമിനെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹീ ഈസ് റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് സിംഗിങ്, അവൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റെയിൻ ഈസ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഹീ ഈസ് വോക്കിംഗ്, അവൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. ദേ ആർ പ്ലേയിങ്, അവർ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേ ആർ ഡാൻസിങ്. ഇങ്ങനെ കണ്ടിന്യൂറ്റി, അതായത് തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഈസ്, ആം, ആർ പ്ലസ് ing ഫോം ഓഫ് ദ ഡൂയിങ് വേർഡ്സ്. ഐ എന്ന് പറയുന്നതിൻ്റെ കൂടെ പോകുന്നതാണ് ആം, അല്ലേ? ഐ ആം ഈറ്റിംഗ്, ഐ ആം പ്ലേയിങ്, ഐ ആം റൈറ്റിംഗ്, ഐ ആം റീഡിങ്. അപ്പം ഐയുടെ കൂടെ വരുന്നതാണ് ആം. ഇനി ഹീ, ഷീ, ഇറ്റ്, നമ്മുടെ പേരുകൾ, പ്രോപ്പർ നൗൺസ്, അതിൻ്റെ കൂടെ വരുന്നതാണ് ഈസ്. അപ്പം ഹീ ഈസ് പ്ലേയിങ്, ഷീ ഈസ് ഡാൻസിങ്, ഇറ്റ് ഈസ് ബാർക്കിംഗ്, ഗീത ഈസ് സിംഗിങ്. അപ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ ആയിരിക്കണം, അതിൻ്റെ കൂടെ വരുന്നതാണ് ഈസ്. പ്ലൂറൽ ഫോമിൻ്റെ കൂടെ വരുന്നതാണ് അത്. ദേ ആർ, വി ആർ. അപ്പം ദേ ആർ സിംഗിങ്, വി ആർ ഡാൻസിങ്, വി ആർ പ്ലേയിങ്, വി ആർ ഈറ്റിംഗ്, വി ആർ സ്ലീപ്പിംഗ്. അപ്പം നമ്മൾ ഈസ്, ആം, ആർ അതിൻ്റെ കൂടെ വെർബിൻ്റെ ing ഫോം വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് കണ്ടിന്യൂറ്റി കാണിക്കാനുള്ളതാണ്, തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കാണിക്കാനുള്ള. എക്സാമ്പിൾ നോക്കിയേ. ഹീ ഈസ് ഫ്ലൈയിങ് എ കൈറ്റ്, അവനൊരു കൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുന്നു. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഈസ്, ആം, ആർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വെർബിൻ്റെ കൂടെ എന്ത് വേണം? ആ വെർബിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ing ഫോം വേണം. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്കിനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒന്ന് നമുക്ക് നോക്കാം. മദർ ഈസ് ബേക്കിംഗ് എ കേക്ക്, മദർ കേക്ക് ബേക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ചിൽഡ്രൻ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയേ. ചിൽഡ്രൻ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ചിൽഡ്രൻ ആർ വാച്ചിങ് ടെലിവിഷൻ. ചിൽഡ്രൻ ആർ വാച്ചിങ് ടെലിവിഷൻ. ഇവിടെ ചിൽഡ്രൻ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് നമ്മൾ ആർ ഉപയോഗിച്ചു. എനിക്ക് ഐ ആം റൈഡിങ് മൈ ബൈസൈക്കിൾ. മൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഐയുടെ കൂടെ ഏത് പോകത്തുള്ളൂ? ഐ ആം റൈഡിങ് മൈ ബൈസൈക്കിൾ. 3. Monkey is eating a banana. The monkey is eating a banana. ശ്രേയ ഈസ് ഡാൻസിങ്. ഇവിടെ സിംഗുലർ ആണ്, ഓരോന്നേ ഉള്ളൂ അല്ലേ? നിഷ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. നിഷ ഒരു എഴുതുകയാണ്. ഇനി നമുക്ക് ഇതിലേതാണ് സ്യൂട്ടബിൾ ആയിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്തെഴുതാനുള്ളതാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്.
ഷീ വരുമ്പോൾ ഏത് വരും? ഈസ്. ഷീ ഈസ് പ്ലേയിങ് വിത്ത് എ ഫുട്ബോൾ. വി വരുമ്പോൾ ഏത് വരും? ആർ. വി പ്ലൂറലാണ്. വി ആർ വാക്കിംഗ് ടു സ്കൂൾ ടുഡേ. ദ ട്രെയിൻ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ദ ട്രെയിൻ ഈസ് ലീവിങ് ആഫ്റ്റർ 15 minutes. ദ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് ആർ. ദ ആനിമൽസ് മൂവിങ് സ്ലോലി ഇൻ ദ ഫോറസ്റ്റ്. ദേ അവർ ഒന്നിൽ കൂടുതൽ ആൾക്കുണ്ട്, അപ്പം ദേ ആർ ജോഗിങ് ഇൻ ദ പാർക്ക്. ദേ ആർ ജോഗിങ് ഇൻ ദ പാർക്ക്. ഇനി ഓഡ് വൺ ഔട്ട് വേണം, അതായത് റൈം ചെയ്യുന്ന വേർഡ്സിന് ചേരാത്ത വാക്കുകൾ നമുക്ക് കളയാം. ഫ്രീ, ട്രീ, ത്രീ, ടിപ്പ്. കണ്ടോ, ഇത് മൂന്നും ഒരേപോലെയാണ് പ്രൊനൗൺസിയേഷൻ. ഫ്രീ, ട്രീ, ത്രീ. അപ്പം ടിപ്പിനെ നമ്മൾ കളഞ്ഞു. സ്വീറ്റ്, ഹീറ്റ്, മീറ്റ്. കണ്ടോ, സ്വീറ്റ്, ഹീറ്റ്, മീറ്റ്. ഗെറ്റ് അതിൻ്റെ കൂടെ ചേരുമോ? ഇല്ല, അപ്പോൾ അതിനെ നമ്മൾ കളഞ്ഞു. ക്യൂൻ, മീൻ, മാപ്പ്, പീൻ. നോക്കിയേ, ക്യൂൻ, മീൻ, പീൻ. മാപ്പ് ചേരത്തില്ല, അപ്പം മാപ്പ് ഓട് വൺ. സീഡ്സ്, ലീവ്, ലീഡ്സ്, റീഡ്സ്. നോക്കിയേ, സീഡ്സ്, ലീഡ്സ്, റീഡ്സ്. ഇത് മൂന്നും ചേരും, ഇതിനെ ഓട് വൺ. തിങ്, ഈൽ, ഹീൽ, സ്ലീപ്പ്. അപ്പോൾ ഇവിടെ തിങ് ആണ്, ബാക്കിയല്ല ഈൽ, ഹീൽ, സ്ലീപ്പ്. ഈ എന്നുള്ള ശബ്ദം വരുന്നുണ്ട്. റൈറ്റ് ദ സിനോണിയംസ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. സിനോണിയംസ് എന്ന് വെച്ചാൽ പര്യായ പദങ്ങൾ, ഇതിന് സെയിം മീനിങ് വരുന്ന വാക്കുകൾ. സ്പീക്ക്, ചാറ്റ് ഓർ അഡ്രസ്. സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ ചാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ല അഡ്രസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഷോക്ക്ഡ്, ഇവിടെ ഷോക്ക്ഡ് എന്ന് വെച്ചാൽ സർപ്രൈസ്ഡ് എന്നർത്ഥം. ഷോക്ക്ഡ് മീൻസ് സർപ്രൈസ്ഡ്. ഹീന മിസ് കഥ കേട്ടിട്ട് ഷോക്കായി. ക്വിക്ക്ലി, ഫാസ്റ്റ്. ക്വിക്ക്ലി, ഫാസ്റ്റ്. എക്സ്ക്യൂസസ്, അപ്പോളജി. നെസസറി, എസെൻഷ്യൽ. എക്സ്ക്യൂസസ്, അപ്പോളജി. നെസസറി, essential. Thank you.